2.5 years before ഒരു മെസ്സേജ് വന്നു ഇൻസ്റ്റഗ്രാമില്. ആ ഇൻസ്റ്റഗ്രാമിന്റെ അക്കൗണ്ടിന്റെ പേരായിരുന്നു പ്രിൻസ് റിയാൻ സൽമാൻ ബിൻ സയ്യിദ് അൽ മക്തൂം. പ്രൊഫൈൽ പിക്ചർ ഒരു അറബി നാഷണാലിറ്റി. ആ മെസ്സേജസിലായിരുന്നു, ഐ എം പ്രിൻസ് റിയാൻ, ഐ എം ദ ദുബായ് റൂളേഴ്സ് സൺ, വി വുഡ് ലൈക്ക് ടു ഹാവ് യു ആസ് എ ബ്രാൻഡ് അംബാസിഡർ ഫോർ കാർട്ടിയർ ബ്രാൻഡ്. അപ്പൊ തന്നെ എനിക്ക് ചെറിയ ഡൗട്ട് തുടങ്ങി, ബിക്കോസ് കാർട്ടിയർ ബ്രാൻഡ് ഇസ് എ വെരി വെരി ബിഗ് ബ്രാൻഡ്. അപ്പൊ പുള്ളി വിളിച്ചു, ഫോണിൽ വിളിച്ചു, ഞാൻ സംസാരിച്ചു. ആ സംസാരിക്കുന്ന രീതി പുള്ളിയുടെ ഒരു അറബി, എങ്ങനെ ഒരു അറബി സംസാരിക്കാം അല്ലെ, ആ രീതിയില്ലായിരുന്നു. പിന്നെ എനിക്ക് സൽമാൻ ഫാരിസ് ഫേസ്ബുക്കിലെ ഒരു മെസ്സേജ് അയച്ചു, ഹായ് മാം, യു ആർ മൈ ബോസ് ഫ്രണ്ട്. എന്റെ ബോസിന്റെ പേരാണ് പ്രിൻസ് റിയാൻ. അപ്പൊ എനിക്ക് മനസ്സിലായി, ഹി ഈസ് ഓൾസോ സംവെയർ കണക്റ്റഡ് വിത്ത് ദിസ് മാൻ പ്രിൻസ് റിയാൻ, or he is the same person. ഈ സൽമാനിന്റെ കേസ് ആയിട്ട് ശേഷം same to same emails I am getting. If you do not cooperate with us, we will rape you, we will kidnap you, we will give you to a terrorist camp, we will kill your mother, and we will destroy your career. അങ്ങനെയായിട്ട് അനാവശ്യമായിട്ട്, and that emails are coming non-stop. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട 300 കോടി തട്ടാനുള്ള വ്യാജരേഖ ചമച്ച സംഭവമാണ്. ഇതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും പുറത്തേക്ക് വരാനുള്ള കാരണം. മലപ്പുറം സ്വദേശിയായിട്ടുള്ള സൽമാനുൽ ഫാരിസ, അയാൾ ഒരു ചെറിയ മീനല്ല, ഒരു ചെറിയ തട്ടിപ്പുകാരനല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതാണ്. തെന്നിന്ത്യൻ സിനിമാ താരം നേഹ സക്സേനയെ പോലും തട്ടിപ്പ് നടത്താനുള്ള ശ്രമം. മാത്രവുമല്ല, ഇയാൾ നടത്തിയത് ഈ ദുബൈ കിരീടാവകാശി എന്ന രീതിയിൽ ഖത്തർ സ്വദേശിയുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പൊക്കെ നടത്തിയെന്നുള്ള കാര്യം പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും നേഹ സക്സേന ഇക്കാര്യത്തിൽ പറയുന്നത് 10 വർഷം മുൻപ് കേരളത്തിൽ തിരുവനന്തപുരത്ത് നടന്ന ഒരു ആർട്ട് ഷൂട്ടുമായി ബന്ധപ്പെട്ട് സൽമാനുൽ ഫാരിസിന്റെ ഒരു കുട്ടി അവർക്കൊപ്പം അഭിനയിച്ചിരുന്നു. അങ്ങനെയാണ് സൽമാനുൽ ഫാരിസ ഈ നേഹ സക്സേനയെ കാണുന്നത്. പിന്നാലെ ഏതാണ്ട് 7 വർഷത്തോളം കാലം ഇയാൾ ഫേസ്ബുക്കിൽ ഇവരെ സ്റ്റോക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഇവർ മൈൻഡ് ചെയ്യാതെ വന്നതോടെ ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് ഒരു വ്യാജ അക്കൗണ്ട് വഴി ഇവർക്ക് മെസ്സേജ് അയച്ചു. ആ അക്കൗണ്ടിന്റെ പേര് പ്രിൻസ് റയാൻ എന്നുള്ള പേരിലായിരുന്നു. പ്രിൻസ് റിയാൻ സൽമാൻ ബിൻ സയ്യിദ് അൽ മക്തൂം എന്നുള്ളതായിരുന്നു ഇൻസ്റ്റാ അക്കൗണ്ടിന്റെ പേര്. തുടർന്ന് കാർട്ടിയർ എന്ന് പറയപ്പെടുന്ന ബ്രാൻഡിന്റെ അംബാസിഡർ ആകണമെന്നും പരസ്യചിത്രം ഷൂട്ട് ചെയ്യണമെന്നും ഇയാൾ പറഞ്ഞു. പക്ഷേ പ്രിൻസ് റയാനിൽ സംശയം തോന്നിയ ഈ നേഹ സക്സേന പിന്നീട് അക്കാര്യത്തിൽ തുടരന്വേഷണം നടത്തി. പിന്നാലെ സൽമാനുൽ ഫാരിസ് എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി വീണ്ടും ഇവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണ് ഇവർ സംശയം തോന്നി മലപ്പുറം പോലീസിൽ പരാതി നൽകുകയും വിദേശത്തുള്ള ഒരു തട്ടിപ്പുകാരനാണ് ഈ സൽമാനുൽ ഫാരിസ് എന്നുള്ള കാര്യം തിരിച്ചറിയുകയും ചെയ്തത്. ഇതിന് പിന്നാലെ ഈ വിഷയത്തിൽ മലപ്പുറം പോലീസ് കേസെടുത്ത് അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇക്കഴിഞ്ഞ ജൂൺ 3 തീയതി വരെ സൽമാനുൽ ഫാരിസ് നേഹ സക്സേനയെ ഭീഷണിപ്പെടുത്തി, പ്രത്യേകിച്ച് അവരുടെയും അവരുടെ മാതാവിന്റെ അടക്കം മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങൾ അത് ഇമെയിൽ വഴി അയച്ച് ഭീഷണിപ്പെടുത്തിയെന്നൊക്കെയുള്ള ഗുരുതര പരാതി ഈ നേഹ സക്സേന മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ കേരളത്തിൽ നേഹ സക്സേനയില്ല. പക്ഷേ തിരികെ എത്തിയ ശേഷം തുടർ നിയമ പോരാട്ടം അടക്കമുള്ള കാര്യങ്ങൾ അത് പോലീസുമായി ആലോചിച്ച് ചെയ്യുമെന്നുള്ള കാര്യം പറയുന്നുണ്ട്.